ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ മൂന്നാർ വ്ളോഗ് പാർട്ട് 1 നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. നമ്മളിവിടെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ പാർട്ട് കണ്ടിട്ടുള്ളവർക്കെല്ലാം താങ്ക്സ് കേട്ടോ. നിങ്ങൾ ഈ പാർട്ട് പൂർണ്ണമായിട്ടും കാണണം. കഴിഞ്ഞ പാർട്ടിൽ നമ്മളെ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്ത് മൂന്നാർ എത്തി, സൂര്യനെല്ലിയിലെത്തി, സോഹോ സ്റ്റേസ് എന്ന സ്ഥലത്ത് എത്തിയത് വരെയുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വ്ളോഗിലാണ് നമ്മുടെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ, അതായത് ഇവിടുത്തെ സ്റ്റേയും പിന്നെ ഇവിടുത്തെ ക്യാമ്പ് ഫയർ, നമ്മളുടെ നെക്സ്റ്റ് ഡേയിലുള്ള ഏർലി മോർണിംഗിലെ കൊളുക്കുമലൈ സൺറൈസ്. എനിക്ക് മെയിൻലി ആ സൺറൈസാണ് ഇതിനകത്ത് ഷെയർ ചെയ്യാനുള്ളത്. അതൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ട് ആസ്വദിക്കണം. എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫുള്ളൊരു പ്രകൃതിയുടെ ഭംഗി അങ്ങനെ ഒപ്പി വച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ചുറ്റും കാണുന്നത്. കാരണം ആകാശത്തിനോട് മുട്ടി അങ്ങനെ നിൽക്കുന്ന ഉയരം കൂടിയ മലനിരകൾ, താഴെ ഫുള്ളായിട്ട് നമുക്ക് പ്ലാന്റേഷനാണ്, പിന്നെ നിറയെ പച്ചപ്പാണ്, ഫുൾ മരങ്ങൾ. ഇതാ നമ്മൾ അങ്ങനെ സോഹോ സ്റ്റേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുമ്പം ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ എ ഫ്രെയിം ക്യാബിൻസും അതുപോലെ തന്നെ ടെൻസും ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എ ഫ്രെയിം ക്യാബിൻസാണ്. അപ്പോൾ ഞങ്ങൾ 4 അഡൾട്ട്സും 2 കുട്ടികളുമാണ്. അപ്പോൾ നമുക്ക് 2 ഈ എ ഫ്രെയിം ക്യാബിനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ എ ഫ്രെയിം ക്യാബിൻസ് എങ്ങനെയാണ്. ഇവിടെ മൊത്തം 5 എ ഫ്രെയിം ക്യാബിൻസാണുള്ളത്. അതുപോലെ തന്നെ ചെറിയ ടെൻസും ഉണ്ട്. ഓക്കെ, ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവിടെ ചെക്ക് ഇൻ. ഇപ്പോൾ ഈവനിങ് 5:30 ആയപ്പോഴേക്കും ഇവർ നമ്മളെ ഒരു വ്യൂ പോയിൻ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ശരിക്കും ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വൈഡ് വ്യൂവിൽ നമുക്ക് മൂന്നാർ ഫുള്ള് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റ് കാണാൻ കൊണ്ടുവന്നിരിക്കുക കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്താണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. ഒന്നും പറയാനില്ല, നമുക്ക് നേരെ നോക്കിയാൽ ആകാശം ഏതാ കോടമഞ്ഞ് ഏതാണെന്നൊന്നും മനസ്സിലാവണില്ല നേരെ കാണുമ്പോൾ. ഇവിടെ നമുക്കൊരു ഡാമിൻ്റെ വ്യൂ കാണാം. ആണിയിറങ്ങൽ ഡാമാണത്. പിന്നെ നമുക്കിവിടുന്ന് ഫുൾ മലയാണ് കാണുന്നത്. പിന്നെ ഇതാ ഗ്രീനറി, പാറ. ഓക്കെ, ഇതൊരു റോക്കാണ്. ഈ റോക്കിൻ്റെ മുകളിൽ നിന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ മൂന്നാർ ഫുൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത്രയും വൈഡായിട്ട് നമുക്ക് വ്യൂ കിട്ടുന്ന ഒരു പ്ലേസാണ്. എന്നിട്ടാണെങ്കിൽ അടിപൊളി, ഒന്നും പറയാനില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടമുള്ളവർ, എന്നെപ്പോലെ വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് അവിടെ നിന്ന് ഒരു 150 മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ ഇത് പകർത്തുന്നത്. ഇപ്പോൾ ശരിക്കും കോട ഫുള്ളായിട്ട് താഴേട്ട് ഇറങ്ങി ആകാശം ഏതാ ഭൂമി ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയില്ലേ. അപ്പോൾ ആകാശത്തിൻ്റെ ആ ലിമിറ്റ് നമുക്കറിയാൻ പറ്റുന്നില്ല. കോടമഞ്ഞ് ആയതുകൊണ്ട് ഫുള്ള് നമുക്ക് ആ ഒരു വൈറ്റ് കളർ മാത്രമേ കാണുന്നുള്ളൂ. പുക പോലെ കാണാം. മരങ്ങളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ആ പുകയിൽ ആണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഒരു വൈഡ് വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. ഞങ്ങൾ 10 മിനിറ്റ് മുമ്പേ വന്നപ്പോൾ ഇവിടെ നോക്കിയാൽ ഡാമൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്കും കോടമഞ്ഞായി. ശരിയാണ് കേട്ടോ. മുന്നേ നമ്മൾ ആണിയറക്കൽ ഡാമെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റണില്ല, ഫുൾ കോടയായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ സൗന്ദര്യം അത് ആസ്വദിക്കാനായിട്ട് ഇതിലും നല്ലൊരു സ്ഥലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കോടമഞ്ഞും മലയും പച്ചപ്പും. നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് 25 കിലോമീറ്റർ മാറിയിട്ട് സൂര്യനെല്ലിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ഗുണ്ടുമലയിലാണ് സോഹോ സ്റ്റേസ്. എനിക്ക് ഫോട്ടോസ് എടുക്കണോ, വീഡിയോസ് എടുക്കണോ, റീൽസ് ചെയ്യണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത പോലത്തെ ഒരവസ്ഥ. അപ്പം ഞാനിങ്ങനെ ഈ കോടമഞ്ഞ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കോടമഞ്ഞിൻ ആ പാട്ടൊക്കെ വയ്ക്കാൻ തോന്നുമല്ലോ. ഇത്രയും പ്രകൃതി മനോഹാരിത ഇങ്ങനെ കാണുമ്പോൾ, അതും ഈ കോടമഞ്ഞ് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ തോന്നും. അത്ര രസമായിരുന്നു. പക്ഷേ ഈ പാട്ടിനായിക്കോട്ടെ ഡാൻസിനായിക്കോട്ടെ റീൽസോ ഫോട്ടോസോ വീഡിയോസ് എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു, നമ്മൾ വീഡിയോസൊക്കെ എടുത്തു, റീൽസൊക്കെ എടുത്തു. ആ സ്ഥലം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് മധ്യാഹ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ 7 o'clock ഞങ്ങൾക്ക് തിരിച്ച് പോകേണ്ടത് കൊണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് തന്നത് ആരവാണ് കേട്ടോ. സൺസെറ്റ് നമുക്ക് കാണാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിങ്ങനെ സണ്ണിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫുൾ കോടയായതുകൊണ്ട് നമുക്ക് സൺ ഇതുവരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും ഈ കോടമഞ്ഞിൻ്റെ ഇടയ്ക്ക്
സൂര്യൻ അവിടെ ദാ അസ്തമിക്കുന്ന പോയിന്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അത്രയും ഭാഗം ചുമന്ന ആകാശം. നല്ല ഇരുട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ചുപോയി. നമുക്ക് 7 o'clock തിരിച്ച് ചെന്നിട്ട് പിന്നെ 7:30 ക്യാമ്പ് ഫെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞങ്ങൾക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ വൈകിയാണ് പോയത്. ഒന്നും പ്ലാൻ ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ തോന്നിയില്ല. വെറുതെ പാട്ടൊക്കെ ഇട്ടിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ മൊബൈലിൽ കോടമഞ്ഞിൻ താഴ്വരയിലുള്ള പാട്ട് വെച്ചിട്ട് ഞാൻ ചുമ്മാ കുറേ സമയം അതിലൂടെ ഇങ്ങനെ ഓടി നടന്ന് ചുമ്മാ മൂമെൻറ്റ്സൊക്കെ കൊടുത്തൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആ പാട്ട് ഇവിടെ കൊടുത്താൽ ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് കാണിക്കും. അതുകൊണ്ടാണ് ആ പാട്ട് ഇവിടെ ആഡ് ചെയ്യാത്തത്. ഒന്നും പ്രീ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ എടുത്ത വീഡിയോസൊന്നും അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ വലിയ പ്ലാനിലൊന്നുമല്ല. അപ്പം ചുമ്മാ പാട്ട് പ്ലേ ചെയ്ത് എന്താണോ തോന്നിയത് അങ്ങനെയൊക്കെ വെറുതെ മൂമെൻറ്റ്സൊക്കെ കൊടുത്ത് റീലൊക്കെ എടുത്ത് എന്തായാലും ഇത്ര നല്ല ലൊക്കേഷനിൽ വന്നതല്ലേ, അപ്പോൾ അത് മാക്സിമം നമുക്കത് യൂസ് ചെയ്യണമെന്ന് തോന്നിയിട്ട് അങ്ങനെ വെറുതെ റീലൊക്കെ എടുത്താണേ. ഇവിടെ ഇപ്പോൾ സമയം രാത്രി 7 മണിയോട് അടുക്കുന്നു. എന്നാലും നമുക്ക് ചെറിയൊരു ലൈറ്റ് ഉണ്ട്. ഇതാ അവിടെ ആ സൺസെറ്റിൻ്റെ ആ ഒരു റെഡ് കളർ സ്കൈ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തിരിച്ചു പോകുന്നു. ഇതാണ് റിഫ്രഷ്മെൻറ്റ് ഏരിയ. നമുക്ക് ചെറിയൊരു ചായയൊക്കെ കിട്ടി. ചായ ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നമ്മുടെ അടുത്ത പ്രോഗ്രാം ക്യാമ്പ് ഫെയർ ആയിരുന്നു കേട്ടോ. അവരുടെ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണേ. ഇന്ന് വരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു സ്റ്റേ ആണ് ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഇതുപോലെ ചെറിയ ടെൻസും അതുപോലെ തന്നെ A4 ഫ്രെയിം ക്യാബിൻസുമാണ് സ്റ്റേക്കായിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു A4 ഫ്രെയിം ക്യാബിനിലാണ്. ഓക്കെ, ഞങ്ങളുടെ A4 ഫ്രെയിം ക്യാബിനാണ് കാണുന്നത്. ഇവിടെയുള്ള എല്ലാവരും പരസ്പരം അറിയാത്ത ഫാമിലീസ് ആയിരുന്നു. അവിടെ 4-5 ഫാമിലീസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചുപേരായിട്ട് വളരെ പെട്ടെന്ന് കമ്പനിയായി. നമ്മൾ ആ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പോയ സമയത്തും ആ ചെറിയൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ചോറ്റാനിക്കര അടുത്ത് നിന്നുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുമായിട്ട് പെട്ടെന്ന് അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചു, പെട്ടെന്ന് കമ്പനിയായി. അവരുമായിട്ട് നമുക്ക് പല രീതിയിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അറിയുന്നവർ, കോമൺ ആയിട്ട് അറിയുന്ന പലരും ഉണ്ടായിരുന്നു. അതുകൂടാതെ കോയമ്പത്തൂർ നിന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. അതിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നു, സ്റ്റുഡൻസ്, അവർ പഠിക്കുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടിയെടുത്ത് ഞാൻ ഈ ക്യാമ്പ് ഫെയർ നടക്കുന്ന സമയത്ത് പാട്ട് പാടുമെന്ന് ചോദിച്ചു. കുറച്ച് നിർബന്ധിച്ചപ്പം ആളൊരു പാട്ടൊക്കെ പാടിത്തന്നു. പിന്നെ അവർ അത്യാവശ്യം ഡാൻസൊക്കെ കളിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പം നമ്മൾ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൂടി ഡാൻസൊക്കെ ചെയ്യിപ്പിച്ചു. ഞാൻ ചുമ്മാ സപ്പോർട്ടർ കൂടിയിട്ട് അവരുടെ കൂടെ. പിന്നെ പ്രായമുള്ളവരൊക്കെ അവിടെ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ ഇടുക്കി സോങ് ഉണ്ടല്ലോ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ആ സോങ് പ്ലേ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൈ ചേർത്ത് വെച്ചിട്ട് അതിലൊന്ന് ജോയിൻ ചെയ്യാം. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ജോയിൻ ചെയ്തു. ഞങ്ങൾ കുറച്ച് നേരം ആ ഒരു പാട്ട് തീരണ വരെ അങ്ങനെ ഒരുമിച്ച് കൈകൾ കോർത്ത് നമുക്കറിയാത്ത ആളുകളൊക്കെ പെട്ടെന്ന് നമ്മളോട് അടുപ്പമുള്ളവരായി മാറി നമ്മൾ ആ ഒരു ക്യാമ്പ് ഫെയർ നന്നായി എൻജോയ് ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു പക്ഷേ ഫസ്റ്റ് ടൈം ആയിരിക്കും കേട്ടോ ക്യാമ്പ് ഫെയർ എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ ക്യാമ്പ് ഫെയർ കഴിഞ്ഞു. നമ്മൾ നേരെ ഡിന്നർ കഴിച്ചു. നമുക്ക് നൈറ്റ് ചപ്പാത്തി ആയിരുന്നു. നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ പോയി ഫ്രഷായി കിടന്നുറങ്ങി. വെളുപ്പിന് ഒരു 4 o'clock ആകുമ്പോഴേക്കും റെഡി ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ കൊളുക്കുമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരിയാണ്, ഓഫ് റോഡാണ്, അപ്പം നല്ല സമയം എടുക്കും. ഇപ്പോൾ സമയം വെളുപ്പിന് 4 മണിയാണ്. ഞങ്ങൾ 3:30 ആയപ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ കൊളുക്കുമലയിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവാണ്. ഇവിടെ ചൂടുവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങോട്ടാ? സൺറൈസ് കാണാൻ പറ്റുമോ? നല്ല കോടയൊക്കെ ഉണ്ടല്ലോ, നോക്കാം അല്ലേ? മൂണിനെ എന്തായാലും നമുക്ക് കാണാം, സണ്ണിനെ കാണാൻ പറ്റുമോ നോക്കാം. എങ്ങനെയാ നമ്മൾ പോണേ? നോക്കാം ഏത് ജീപ്പാണ്. നമുക്ക് ജീപ്പ് ആണോ? നമുക്ക് ജീപ്പ് സഫാരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ? ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നത് എൻ്റെ ചങ്ക് ഹസ്ബൻഡാണ്. കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നുകൊണ്ടാണ് എനിക്കിത് വ്ളോഗാക്കാൻ പറ്റിയത് കേട്ടോ. ആക്ച്വലി നമ്മുടെ ജീപ്പ് ഓൺ ദ വേ ആണ്. നമുക്ക് രാവിലെ ഒരു മോർണിംഗ് ബ്ലാക്ക് ടീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇതൊക്കെ കുടിച്ചൊന്ന് സെറ്റായിട്ട് ജീപ്പിന് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് മൂൺ ആൻഡ് കിഴക്ക് ഭാഗത്ത് വീനസ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 5 o'clock ആകുന്നു.
അപ്പോൾ നമ്മുടെ ജീപ്പ് വരാൻ കുറച്ച് ഡിലേ ആയി. 5 o'clock ആവാറായി ജീപ്പ് വന്നപ്പോൾ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വേറെ ജീപ്പിൽ പോയിരുന്നേ. ഞങ്ങൾക്ക് ഈ മൂന്നാർ എമിറേറ്റ്സ് ഒരു സെപ്പറേറ്റ് ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സൺറൈസ് മിസ്സാവുമെന്നായിരുന്നു എൻ്റെ ടെൻഷൻ കേട്ടോ. ഞാൻ ഡ്രൈവറടുത്ത് ചോദിച്ചു സൺറൈസ് കാണാൻ പറ്റില്ലേ. ചേട്ടൻ പറഞ്ഞു കയറിക്കോ എന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആൾ നല്ലൊരു ഡ്രൈവറായിരുന്നു. നമ്മളെ സമയത്ത് അവിടെ എത്തിച്ചു. എന്താണെങ്കിലും കുറേ സ്ഥലത്ത് ബെൻഡുണ്ട്. നമ്മൾ 5th ബെൻഡ് കഴിഞ്ഞിപ്പം 6th ബെൻഡിലോട്ട് വരാണ്. നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് 7th ബെൻഡ് കഴിഞ്ഞിട്ടാണ് ഇനിയും നമുക്ക് ശരിക്കുള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇവിടുന്ന് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മൈൻഡ് കൊണ്ട് എന്ത് കാര്യത്തിനും വില്ലിങ് ആണെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഫിസിക്കലി ഒക്കെ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ നമ്മളെല്ലാവരും ഈ പോകുന്ന എല്ലാവരും കൊളുക്കുമല എന്ന ഒരു പ്ലേസ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. സോ എല്ലാവർക്കും ഈ ഒരു ജീപ്പ് സഫാരി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ കൊളുക്കുമലയിലേക്ക് എത്തുകയാണ്. അടിപൊളി ഒരു ജീപ്പ് സഫാരി കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. ജീപ്പ് സഫാരി പ്രത്യേക എക്സ്പീരിയൻസ് ആണെന്ന് പറയണ്ട. ഇതിന് മുന്നേ മൂന്നാർ 1-2 തവണ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും വരാത്തൊരു സ്ഥലമാണ്. പക്ഷേ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൊളുക്കുമല. നല്ലൊരു വലിയ കയറ്റാണ്. അതെ, ജീപ്പ് സഫാരി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു 100-150 മീറ്റർ നടന്നിട്ടാണ് നമ്മൾ ആ സൺറൈസ് വ്യൂ കാണാൻ പോകുന്നത്. ഇവിടെ ചുറ്റും മലകളും സൈഡ് വ്യൂ ഒന്നും പറയാനില്ല, അത്രയും മനോഹാരിതയാണ്. ഇതാ ഒരു സൈഡ് ഫുള്ള് തേയിലത്തോട്ടം, അവിടെ മല, പിന്നെ കോടമഞ്ഞ്, ആകാശം. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8000 മീറ്റർ ഉയരത്തിലാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ജീപ്പിന് വരുമ്പോൾ തന്നെ ഇങ്ങനെ കയറി ആ ഒരു ഹൈറ്റിലോട്ട് എത്തുന്നത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അമ്മ ഇതാ എത്തി. യെസ്, ഞങ്ങൾ ചെല്ലുമ്പോൾ സൂര്യൻ്റെ ഒരു പൊടിക്ക് ഒരു തുള്ളി ജസ്റ്റ് വിസിബിൾ ആയിട്ടുണ്ട്. അവിടെ നിന്ന് സൂര്യൻ പതിയെ ഉദിച്ച് ഉയരുന്നത് ഫുള്ളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. എന്ത് റെഡിഷ് കളറാണെന്ന് ചോദിച്ചാൽ അത്രയും റെഡിഷാണ്. അതും കോടമഞ്ഞിൻ്റെ ഇടയിൽ ആ റെഡിഷ് കളറിൽ സണ്ണങ്ങനെ ഉദിച്ച് വരുന്ന കാഴ്ച ശരിക്കും ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സൂര്യോദയം തന്നെയാണ്. ഓക്കെ, ഒരു എഴുന്നള്ളത്ത് എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. സത്യത്തിൽ അത്രയും ഭംഗിയായിട്ടാണ്, ഒന്നും പറയാനില്ല. ഐ ലവ് ദിസ് വ്യൂ. കൊളുക്കുമല സൂര്യോദയം, ദിസ് മെയ്ഡ് മൈ ഡേ. അമ്മേ, ഒരു ചുമന്ന പഴം പോലെ സൂര്യൻ ഉദിച്ച് നിൽക്കുക. അതെ, എന്താണ് ഭംഗിയല്ലേ. മനസ്സിലൊരു പാട്ട് ഓർമ്മ വരുന്നു കേട്ടോ. അവനരച്ചെഴുതുന്ന കോലങ്ങളിന്നും കിഴക്കിനിക്കോലായിലരുണോദയം. അങ്ങനെ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ട് മനസ്സിൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തെത്തി, കൊളുക്കുമല. ഇവിടുത്തെ സൺറൈസ് കാണാൻ വേണ്ടി ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യം കൊണ്ട് നമുക്കും സൺറൈസ് കാണാൻ പറ്റി. കോടയുണ്ട്, എന്നാലും നല്ല വൃത്തിയായിട്ട് സൺറൈസ് കാണാൻ സാധിച്ചു. വലിയ സന്തോഷമാണ്. ഇവിടുത്തെ ഒരു ഓവറോൾ വ്യൂ കാണിച്ചു തരാമേ. എത്രമാത്രം ആളുകളാണ് ഈ സമയത്ത് ഇത് കാണാനായിട്ട് വന്നിട്ടുള്ളത്. ദിവസവും ഇവിടേക്ക് ഇങ്ങനെ ജീപ്പ് സഫാരി ഉണ്ടെന്നാണ് പറഞ്ഞത്. 400ഓളം ജീപ്പുകളുണ്ടത്രേ. നമ്മൾ കൊളുക്കുമലയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. എനിവേ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഒന്നും പറയാനില്ല. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തവണ ഇവിടെ വരണം, ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മൾ പല സ്ഥലത്തും സൺറൈസ് കണ്ടിട്ടുണ്ട്, ഈവൻ കന്യാകുമാരിയിൽ സൺറൈസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. കാരണം കടലിൽ നിന്ന് സൂര്യൻ പൊങ്ങി വരുന്ന ഒരു ഫീലല്ല ഇത്. ഈ മലയിൽ, ആ കോടയിൽ, അത്രയും ആ പ്രകൃതി മനോഹാരിതയിൽ നമുക്ക് ഈ ഒരു സൺറൈസ് വ്യൂ കാണാമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ബ്യൂട്ടിഫുൾ. ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
കൊളുക്കുമലയിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ 1-2 വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കാണിച്ചു തന്നു. ടീ പ്ലാന്റേഷനിലൂടെ നമുക്ക് നടക്കാൻ പറ്റി. അവിടെ കുറേ ഏരിയയിൽ നിറയെ ടീ പ്ലാന്റേഷനാണ്. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പച്ചപ്പിൽ ആ തേയിലച്ചെടികളെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുന്നൊരു കാഴ്ചയാണ്. ഒരേ ഹൈറ്റിൽ തേയില ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയല്ലേ. ശരിക്കും ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു ഗ്രീൻ, ഒരു പച്ച പുൽമേട് പോലെ അതേപോലെ കിടക്കുന്നു. ഞങ്ങളെ കൂടെ വന്ന ഡ്രൈവർ ചേട്ടൻ അവിടെ എല്ലാം കൊണ്ട് നിർത്തി. തേയിലയുടെ ഇടയിലെല്ലാം ഞങ്ങൾ ഇറങ്ങി നടന്നു. തേയിലയുടെ ഇടയിലൂടെ നടന്നു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അത്രയും രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാനൊന്ന് തേയിലയുടെ ഇടയിൽ കൂടെ ഓടി കേട്ടോ. എൻ്റെ കാലെവിടെയോ മുട്ടി, ചെറിയൊരു പാട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറ്റിയാണ് കേട്ടോ. ഇതിന് മുന്നേയൊക്കെ മൂന്നാർ വന്നപ്പോൾ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് തേയില കണ്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് അങ്ങനെയൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ശരിക്കും വ്യൂ പോയിൻറ്റ്സ് നമുക്ക് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാക്കേജിൽ നമുക്ക് ഈ ടീ പ്ലാന്റേഷൻ വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് കൂടെ കയറി ഇറങ്ങി നടക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റി എന്നുള്ളതാണ്. മലയോര മേഖല എപ്പോഴും കണ്ണിന് വളരെ ബ്യൂട്ടിയാണ്. എന്നാലും ചില സമയത്തൊക്കെ നമ്മൾ പേടിക്കണം. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഈ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവരാണല്ലോ. പക്ഷെ നമ്മൾ ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിന് മുൻപിൽ തലകുനിച്ച് നിന്ന് നമ്മൾ അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക. നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ തന്നെ പോകുമ്പോൾ നമുക്കത് അറിയില്ലല്ലോ. പക്ഷേ ഇവരുടെ കൂടെ വന്നതുകൊണ്ട് കൃത്യമായിട്ട് നല്ല വ്യൂ പോയിൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മറ്റൊരു വ്യൂ പോയിൻറ്റിൽ അവർ കൊണ്ടുപോയി. സിംഗപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട്. സിംഗപ്പാറ വ്യൂ പോയിൻ്റ് ഇതുപോലെ തന്നെ ആ പോയിന്റിൽ ചെന്ന് നിന്നിട്ട് നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അത് വർണ്ണനാതീതമായിട്ടുള്ള വ്യൂ ആണ്. സിംഗപ്പാറ വ്യൂ പോയിൻ്റാണിത്. ഈ വ്യൂ പോയിൻ്റൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം എങ്കിലും ഒന്ന് കാണുന്നത് വളരെ നല്ല മൊമെൻ്റാണ്. ശരിക്കും ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ. ബട്ട് നമുക്ക് പോകണമല്ലോ. തേയില ചെടികളുടെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ സൂം ചെയ്ത് എടുത്തു തന്നത് നമ്മുടെ ആരവാണേ. അവൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസും ഒക്കെ. ഇതൊക്കെ ആരവ് എടുത്തു തന്ന വിഷ്വൽസാണ് കേട്ടോ. ആരവ് ഒരു കടങ്കഥ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഹായ് ഗൈസ്, ഞാൻ ഇതിനെ പറ്റി ഒരു കടങ്കഥ ചോദിക്കാം. ഇത് വളർത്തും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ പച്ച, കഥയിലെത്തുമ്പോൾ കറുപ്പ്, വീട്ടിലെത്തുമ്പോൾ ചുമപ്പ്. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. ആരവിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെയുള്ള തേയില ചെടികളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ, ഫുൾ ഗ്രീനറി എന്ന് പറഞ്ഞാൽ ഗ്രീനറി. ഓക്കെ, നമ്മൾ റോഡ് സൈഡിൽ നമ്മുടെ ജീപ്പ് നിർത്തിയിട്ട് നമ്മുടെ അടുത്ത് പോയി വരാൻ പറഞ്ഞു ഡ്രൈവർ. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി. പ്രകൃതിയുടെ ഈ ഒരു ദൃശ്യഭംഗിയിൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരെയധികം എനർജിയാണ് കേട്ടോ കിട്ടുന്നത്. ഇതാണ് ഇവിടുത്തെ സിപ്പ് ലൈൻ. ഇന്ത്യാസ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈനാണ് ഇവിടെ ഉള്ളത്. ഇതാ ഇങ്ങനെയാണിത് പോകുന്നത്. 1800 മീറ്റർ ലെങ്ത്താണ് ഇതിനുള്ളത്. അപ്പോൾ ആ ദൂരെ അവിടേക്കാണിത് പോകുന്നത്. അപ്പം സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഓൺലൈനായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മളെന്താണെങ്കിലും സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ഇപ്പോൾ ചെയ്യുന്നില്ല. ബട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു പ്ലേസാണ്. ഇറ്റ് ഈസ് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്നാണ് പറയുന്നത്. കുരുവികൾ സിപ്പ് ലൈനിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കണ്ട് നമ്മുടെ ടീ പ്ലാന്റേഷനിലൂടെയൊക്കെ നടന്ന് മാക്സിമം എൻജോയ് ചെയ്ത് നമ്മൾ വീണ്ടും ജീപ്പിൽ നമ്മുടെ സോഹോ സ്റ്റേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല, നല്ല ഇരുട്ടായിരുന്നു. പക്ഷേ റിട്ടേൺ ജേർണിയിൽ നമുക്ക് വിഷ്വൽസൊക്കെ നന്നായിട്ട് കാണാമായിരുന്നു. ഓക്കെ, നമ്മളിങ്ങനെ ചുറ്റും 2 സൈഡിലോട്ടും ഇങ്ങനെ കണ്ണ് ഓടിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ സ്ഥലം എത്തുന്നൊന്നും അറിയില്ല. പിന്നെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ജീപ്പ് വരുന്ന വഴി കണ്ടോ, ഇത് ഓഫ് റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തലയൊക്കെ മുകളിൽ മുട്ടും, സൂക്ഷിക്കണം നമ്മൾ.
കണ്ടോ നമ്മുടെ ജീപ്പ് വരുന്നത്? എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഈ ജീപ്പ് നമ്മൾ സേഫായിട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. ആർജ, വേറെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജീപ്പ് സഫാരി? ഓഫ് റോഡ് ആയിരുന്നു അല്ലേ? അതായത് നമുക്ക് കൊളുക്കുമല എന്ന ഒരു സ്ഥലം കാണാൻ ലക്ഷ്യമിട്ടാണ് നമ്മൾ പോയത്. ഓഫ് റോഡാണ്. നമുക്ക് ജീപ്പ് പോകുന്ന വഴിയിൽ നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് വളരെ സേഫായിട്ട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആക്കി ഈ ചേട്ടൻ ഞങ്ങൾ അവിടെ എത്തിച്ചു. അപ്പോൾ മൂന്നാർ എമിറേറ്റ്സിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം നമുക്ക് ആ ഒരു മൈൻഡ് കൊണ്ട് നമുക്ക് ജീപ്പ് സവാരി എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതേപോലെ കൊളുക്കുമല മൈൻഡ് കൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. സോ നമുക്ക് നല്ല രീതിയിൽ ഞങ്ങളെ അവിടെ എത്തിച്ച് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു. പോകുന്ന വഴിക്ക് നമുക്ക് 1-2 വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. നമ്മളിപ്പോൾ ടീ പ്ലാന്റേഷനിലൂടെ നടന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം നമുക്കെല്ലാം ഇത്രയും നല്ല രീതിയിൽ ഇത് കംഫർട്ടബിളാക്കി തന്ന മൂന്നാർ എമിറേറ്റ്സിന് നന്ദി. പ്രത്യേകിച്ച് നവീൻ ചേട്ടന് താങ്ക്സ്. നമ്മളേതായാലും കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഇത്രയും മനോഹാരിതയിൽ ഈ ദൃശ്യഭംഗിയിൽ എങ്ങനെ ഫോട്ടോസ് എടുക്കാതിരിക്കാൻ പറ്റുക? ശരിക്കും നമ്മളെ കാണുന്നതിനേക്കാളും നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്ക് വീണ്ടും ആ സ്ഥലത്തെ മെമ്മറീസൊക്കെ ഓർമ്മ വരും. എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന അത്രയും നല്ല മെമ്മറീസുള്ള ഒരു യാത്രയായിരുന്നു ഈ ഒരു മൂന്നാർ ട്രിപ്പ്. ഈ സൂര്യനെല്ലി, ഈ കൊളുക്കുമല സൺറൈസ്, അത് മറക്കാൻ പറ്റില്ല. ആ ദൃശ്യഭംഗിയൊക്കെ അത് നമുക്ക് എത്ര വാക്കുകൊണ്ട് പറഞ്ഞാലും വർണ്ണിച്ചാലും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്കും നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ തന്നെ പറയണം. ഞാൻ ഈ മൂന്നാർ എമിറേറ്റ്സിനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മൂന്നാർ എമിറേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരെന്താണെങ്കിലും അവരുടെ കൂടെ ഈ ഒരു യാത്ര. ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ട്രാവൽ വ്ളോഗും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമൻസിലൂടെ അത് അറിയിക്കണേ. ഒത്തിരി ഫോട്ടോസ് സത്യത്തിൽ എടുത്തിട്ടുണ്ട്. കുറേ ഫോട്ടോസ് എടുത്തു. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇത് ഞാനിവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റീല് ചെയ്തതാണ്, ഒരു സോങ് വെച്ചിട്ട്. ആ സോങ് ഇപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോയെന്ന് അറിയില്ലാത്തതുകൊണ്ട് സോങ് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യാം. സോഹോ സ്റ്റേസിൽ തിരിച്ചെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ വീണ്ടും എടുത്തു. 1-2 റീൽസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വീട്ടിലേക്ക്. ഓൺ ദ വേ നമ്മൾ ചെങ്കുളം ഡാം ബോട്ടിൽ കൊണ്ടുവന്നപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ചെങ്കുളം ഡാം ഞാൻ PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഡാം കണ്ടപ്പോൾ ഒന്ന് കാണാൻ തോന്നി, സന്തോഷം തോന്നി. ഈ സമയത്ത് ആരൊക്കെ കാർ കിടന്ന് നല്ല ഉറക്കമായിരുന്നേ. ഞങ്ങളവിടെ ഇറങ്ങി ഫോട്ടോസ് എടുത്തെടുത്തു. അതുപോലെ സോഹോ സ്റ്റേസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രോപ്പർ മൂന്നാർ ഒരു പ്ലേസിൽ ഇതേപോലെ നമ്മൾ ഇറങ്ങി. അവിടെ നല്ല കോട ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അവിടെ 1-2 വാട്ടർ ഫോൾസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെങ്കുളം ഡാമിൻ്റെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഓൺ ദ വേ നമ്മളുടെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട് അവിടെ ഉണ്ടായിരുന്നു, ബൈസമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മൾ ജസ്റ്റ് അവരൊന്ന് വിളിച്ചിട്ട് അവിടെയും കയറിയിട്ടുണ്ടായിരുന്നേ. അച്ഛൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിലാണ് പോയത്. അവിടെ ഇതാ ഏലകൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഏലം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് കയ്യിലെടുക്കുന്നത്. ഇതാണ് അവരുടെ വീട്ടിൽ നമ്മൾ ഫോട്ടോസ് എടുത്താണേ. അപ്പോൾ ഞാനിനി അധികം കത്തി വയ്ക്കുന്നില്ല. ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ എമിറേറ്റ്സിൻ്റെ കൂടെയുള്ള ഈ ഒരു യാത്ര നന്നായി ആസ്വദിച്ചു. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജെന്യുവൻ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ. ഞാൻ അങ്ങനെ അധികം വ്ളോഗ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ലോങ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്നെ അറിയിക്കണേ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ, നിങ്ങൾക്ക് ഏത് പാർട്ടാണ് ഇഷ്ടമായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നമ്മൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഈ ചാനലിലൂടെ ഞാൻ കൂടുതൽ വ്ളോഗ്സും മറ്റ് കണ്ടൻറ്റും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.